നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കുർത്തി സെമി ടസറിൻ്റെ ഫങ്ഷൻ വെയർ ആയിട്ടുള്ള സാരിയും കൂടെ കാണാം. കുർത്തി എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ വെയർ കുർത്തിയാണ്. കോട്ടൺ, നല്ല കോട്ടൺ റെഗുലർ വെയർ സിമ്പിൾ കുർത്തി, എന്നും പോകുമ്പോൾ ഒക്കെ ഇടാനായിട്ടും സിമ്പിളായിട്ടുള്ള കുർത്തി. ഇതാണ് കാന്ത കോട്ടണിൽ തീർത്തിട്ടുള്ള കുർത്തിയാണ്. എല്ലാം തന്നെ എ ലൈൻ കുർത്തിയാണ്. ഇപ്പം എല്ലാം പല സൈസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ആദ്യത്തേത്. ഒന്നുമില്ല, സിമ്പിൾ ഇങ്ങനെ ഒരു ചൈനീസ് കോളർ വന്നിട്ട് ഇങ്ങനെ ഒരു കുർത്തി, അത്രേ ഉള്ളൂ. M2 XXL ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. മീഡിയം, ലാർജ്, XL, XXL. ഇതിപ്പോൾ വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ, റെഡിഷ് മെറൂണിൻ്റെ ഡാർക്ക് കളറ്. ലൈനിങ് ഉണ്ട്. 46 ഇഞ്ച് ലെങ്ത് ആണ്. സ്ലിറ്റഡ് ആണ്. കയ്യെ ലൈനിങ് ഇല്ല, ബോഡിക്ക് ലൈനിങ് ഉണ്ട്. നല്ല ലൈനിങ് ആയിട്ടിരിക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആയിട്ടിരിക്കുന്നത്. ഇതാണ് കുർത്തി. ചുമ്മാ സിമ്പിൾ കുർത്തി. കാന്ത കോട്ടനാണ്. ഉണ്ടോ? നോർമൽ ചുമ്മാ കോട്ടനല്ല, കാന്ത കോട്ടനാണ്. അതിൻ്റെ തന്നെ വേറൊരു കളറ്, ഒരു ബ്ലാക്ക് ഷെയ്ഡ്. എല്ലാം ഒരേ ഇത് തന്നെ, ഒന്നുമില്ല പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. മോഡലൊന്നും തന്നെ, മെറ്റീരിയൽ കളറിൽ മാത്രം വ്യത്യാസം. മെറ്റീരിയലും സെയിമാണ്, കാന്ത കോട്ടൺ. അല്ലാത്ത വരുമ്പോൾ ഞാൻ പറയാവേ. ഇതും അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ്. അതൊരു ബ്ലാക്ക് ഷെയ്ഡായിരുന്നു. ഇതൊരു മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡ്. സിമ്പിൾ കുർത്തി. കാന്ത കോട്ടൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇച്ചിരി കൊള്ളാവുന്ന, നല്ല എന്നാ പറയുന്നത്, കാറ്റഗറിയിൽപ്പെട്ട മെറ്റീരിയലാണ്. വെറും പൊട്ട കോട്ടൺ അല്ലല്ലോ. പൊട്ട കോട്ടൺ എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെയല്ല. കോട്ടൻ്റെ പലതുണ്ടല്ലോ, കൂടിയതും കുറഞ്ഞതും ഒക്കെ, അങ്ങനെയാണ്. അടുത്തത് ഇതിപ്പോൾ കാന്ത കോട്ടൺ. അയ്യോ, അതെ, കാന്ത കോട്ടണാണ്. കാന്ത കോട്ടനാണ്. ഇതിന് മാത്രമല്ല, ഇതിന് കണ്ടോ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു യോക്ക് പാർട്ട് ചെയ്തിട്ടുണ്ട്. അജ്രക്കിൻ്റെ ഇത് പാച്ച് വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ മെലിച്ചിലൊക്കെ തോന്നിക്കും, നല്ലപോലെ പൊക്കം തോന്നിക്കും, മെലിച്ചിൽ തോന്നിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കയ്യെ ലൈനിങ് ഇല്ല, ബോഡിക്ക് ലൈനിങ് ഉണ്ട്. 46 ഇഞ്ച് ലെന്ത്, സ്ലിറ്റഡ് ആണ്. M2 XXL, മീഡിയം, ലാർജ്, XL, XXL. ഡെയിലി പോകുമ്പോൾ നല്ല ശരീരത്തിന് നല്ല സുഖമാണ്. അത്യാവശ്യം വൃത്തിയും ഭംഗിയൊക്കെ ഉണ്ട്. നല്ലൊരു സിഗരറ്റ് ബോട്ടോ സ്ട്രെയിറ്റ് ബോട്ടോ ഒക്കെ ഇട്ടിടുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. അതിപ്പോൾ വന്നിട്ട് ഇവിടെ ബോഡിക്ക് ഒരു നേവി ബ്ലൂവും താഴോട്ടൊരു ബേജിൻ്റെ ഒരു ഷെയ്ഡ്. ഇവിടെ അത് നേരെ തിരിഞ്ഞ് വരും. ബോഡിയിൽ നേവി ബ്ലൂ, ഇങ്ങനെ കൈക്ക് ഇങ്ങനെ സംഭവം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ. പിന്നെ അതിൻ്റെ വേറൊരു ഷെയ്ഡ് ഉണ്ടോ. ഇതെല്ലാം കാന്ത കോട്ടനാണേ. ഞാൻ ഈ ഒരു പാച്ചല്ലല്ലോ വെക്കാൻ പറഞ്ഞേ, വേറൊന്നുണ്ട്, ചെറുതായിരുന്നല്ലോ വെക്കാൻ പറഞ്ഞേ. ഇതിൻ്റെ ചെറിയതായിരുന്നു ഞാൻ പറഞ്ഞേ. അത് തന്നെ, അതിൻ്റെ വേറെ കളറേ, മെറൂൺ ഷെയ്ഡ്. മറ്റേത് നേവി ബ്ലൂ, ഇത് മെറൂൺ. ബാക്കി ഇങ്ങനെ ഫുള്ള് ആ ഒരു സ്ട്രൈപ്പ് മോഡല്. ഇതും അത് സെയിം അല്ലേ? അല്ല, തിരിഞ്ഞു വന്നു അല്ലേ? കണ്ടോ, അത് നേരെ തിരിഞ്ഞു വന്നു. ഇവിടെ സ്ട്രൈപ്പിൻ്റെ ആ ഭാഗം ഇവിടെ ഇങ്ങനെ വന്നു, ബോക്സ് പോലെ വന്നു, താഴേക്ക് ഇങ്ങനെ. ഒന്നുമില്ല, ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് വിശദീകരണങ്ങൾ തരാത്. ഇതെല്ലാം ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഷോപ്പിൽ സിമ്പിൾ കുർത്തീസ് ഒത്തിരി വേണമെന്നും പറഞ്ഞ് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. സിമ്പിൾ കുർത്തീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്നെ ഫങ്ഷൻ്റെ കാലമാണെങ്കിലും സിമ്പിൾ കുർത്തീസ്, അത് ഈ കാലാവസ്ഥയുടെ ആയിരിക്കുമേ, അങ്ങനത്തെ കുർത്തി ഇപ്പം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാൻ ഈ കാണിച്ചത് മാത്രമല്ല, കാണിക്കാത്തത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനകത്തുനിന്ന് വളരെ കുറച്ചെടുത്തേ കാണിക്കുന്നുള്ളൂ. ഇത് വേറെണ്ണം, സിക്സാഗിൻ്റെ ഒരു പ്രിൻ്റ് വരുന്ന കാന്ത കോട്ടൺ തന്നെ. ഇതിപ്പം ഓരോന്നും ഓരോ സൈസാണ് കേട്ടോ. ഇതിപ്പം ഞാൻ ചിലപ്പോൾ കാണിക്കുന്ന M ആയിരിക്കും, ചിലത് XXL ആയിരിക്കും കാണിച്ചേക്കുന്നത്. ഇതിപ്പം ML, XL, XXL അത്രേ ഉള്ളൂ. പിന്നെ 3XL വന്നിട്ടുണ്ട്, ഞാൻ അതിപ്പോൾ കാണിക്കുന്നില്ല, ഷോപ്പിൽ വന്നിട്ടുണ്ട്.
പോച്ചമ്പള്ളിയുടെ അല്ലെങ്കിൽ ഇക്കത്തിൻ്റെ മെറ്റീരിയലിൽ തീർത്ത കോട്ടൺ കുർത്തി. ഇത് കണ്ടോ, ഇതിൻ്റെ നെക്ക് ഇങ്ങനെ ഒരു നെക്ക്, സിമ്പിൾ കുർത്തിയാണ്. ലൈനിങ് ഉണ്ട്, കയ്യെ ലൈനിങ് ഇല്ല കേട്ടോ. സ്ലിറ്റഡ് ആണ്, 46 ഇഞ്ച് ലെങ്ത് ആണ്. അങ്ങനെ ഒരു നെക്ക്. അടുത്തത് ഇത് നെക്കിങ്ങനെ വരും കണ്ടോ, ബാക്കി ഇങ്ങനെ, നെക്ക് ഇങ്ങനെ. ഇത്രയേ ഉള്ളൂ. ഇനി വിശദീകരണങ്ങൾ പറയാത്ത ആ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. 46 ഇഞ്ച് ലെങ്ത്, സ്ലിറ്റഡ് ആണ്, ബോഡിക്ക് ലൈനിങ് ഉണ്ട്, നല്ല പ്യുവർ കോട്ടൺ ആണ്. ഇനി നമുക്ക് അടിപൊളിയായിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ബാട്ടിക് പ്രിൻ്റ് വരുന്ന ഫങ്ഷൻ വെയർ ആയിട്ടുള്ള സെമി ടസർ സാരി. സെമി ടസർ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അത് ഫങ്ഷൻ വെയർ ആയിട്ടും കൂടെ ഒത്തിരി പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാനും അന്വേഷിക്കുമായിരുന്നു കുറച്ചും കൂടിയൊക്കെ ഒരു ഫങ്ഷനായിട്ട്. നമുക്കിപ്പോൾ ടസറിൻ്റെ വില, പ്യുവർ ടസറിൻ്റെ വില അറിയാം അല്ലേ, 5000 തൊട്ട് മിനിമം സ്റ്റാർട്ടിങ്. അപ്പം അത് തന്നെ, അപ്പോൾ അതിനെ ശേഷം അത് ഫങ്ഷൻ എടുക്കുമ്പോൾ അതിനൊരു ലുക്കാണ്. അപ്പോൾ സെമി ടസർ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ട് എല്ലാപ്പോഴും വരുന്നേ. ഇതിപ്പോൾ വേണ്ടേ പാർട്ടി ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് വന്നിരിക്കുന്നു, നല്ല ഒരു ബോർഡറൊക്കെ ആയിട്ട്. ഇതിപ്പം ഒരു കോപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല, ഇതുമായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഈ ഒരു ബോർഡർ വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം. ടസർ സാരിയുടെ പൂർണ്ണമായിട്ടുള്ള ടെക്സ്ചർ ഉണ്ട് താനും. മുന്താണി ഇത് 1290 അല്ലേ, അത്രയും കണ്ടേ ഉള്ളൂ റേറ്റ്. ഞാൻ പറയുന്ന റേറ്റ് അല്ല, റേറ്റ് ഞാൻ പറയുന്നത് എൻ്റെ ഊഹം വെച്ച് പറയുന്നത്, ആ സ്ക്രീനെ കാണിക്കുന്ന റേറ്റ് കേട്ടോ. ഞാൻ പറയുന്ന റേറ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യുകയേ വേണ്ട. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ. ഇത് ബ്ലാക്കാണോ മുന്തിരി കളറാണോ? ബ്ലാക്ക് അല്ലേ, ബ്ലാക്കിൽ ഇങ്ങനെ ഇതുണ്ടോ. ഇതാണ് ബ്ലൗസേ. ആ ഒരു ടസറിൻ്റെ ഒരു ഇത് കണ്ടോ, ആ ലുക്ക് ഒരു മനസ്സിലാവുന്നുണ്ട്, ആ ടെക്സ്ചർ മനസ്സിലാവുന്നുണ്ട്. ടസറിൻ്റെ ആ ഒരു സ്റ്റഫ് അതേപടി കിട്ടുന്നുണ്ട്. നല്ല സാരിയാണ്, നല്ല ഫങ്ഷൻ വെയർ ആയിട്ടിരിക്കും, എല്ലാം കൊണ്ടും കംഫർട്ടുമാണ്. ആ ഒരു ടസർ ഉടുക്കുമ്പോൾ ഉള്ളൊരു ഗമ എന്ന് പറയുന്ന സാധനം ഇല്ലേ, ഗമാലിറ്റി, അത് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ വന്നിട്ട് ബ്ലാക്കിൽ ഒരു ഓറഞ്ചിൻ്റെ ഒരു ഡാർക്ക് വിട്ട കളറാണോ പറയാം, അതിൻ്റെ 6 ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഗ്രീൻ. ഇതിപ്പോൾ വന്നിട്ടൊരു ബ്ലാക്കാണോ കോഫി ബ്രൗൺ ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. അങ്ങനെ ഒരു ഇതാണേ, കോഫി ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടായിരിക്കുന്നത് ബേസ് കളർ. എന്നിട്ട് അതിൽ ഒരു ഗ്രീൻ, ഒലീവ് ഗ്രീൻ അല്ല, ചെറുപയർ രണ്ടും ഒന്നാണ്, പക്ഷേ അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഇച്ചിരി കൂടെ ഡാർക്ക്. ലീഫിൻ്റെയൊക്കെ ഗ്രീൻ. എല്ലാ ലീഫിൻ്റെ ആണോ ചോദിച്ചാൽ, ഏത് ലീഫിൻ്റെ ആണെന്ന് ചോദിച്ചാൽ എന്താണ് ഇങ്ങനെ ബ്ലൗസ് ദേണ്ട ഇങ്ങനെ. ആ ബ്ലൗസൊക്കെ അങ്ങനെ വന്നു കഴിയുമ്പോഴേ കയ്യിൽ ആ ഒരു സാധനമൊക്കെ വെക്കണം, ബോർഡർ. അപ്പോൾ ആ ടസറിൻ്റെ നല്ല ഇതാണ് ബ്ലൗസിന്, പ്ലെയിൻ ആയിട്ടിരിക്കുന്നുണ്ട്, കറക്റ്റ് ആ ഒരു സ്റ്റഫ് അറിയാം. അപ്പോൾ അത് നല്ലൊരു എടുപ്പാണ്. നമുക്കിപ്പോൾ ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം, റെഗുലർ വെയർ ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെ വേണമെങ്കിൽ ഇച്ചിരി സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അങ്ങനെ ഉപയോഗിക്കാം. ആ ഒരു ബോർഡർ ഒരു നല്ല ലുക്ക്, നല്ല വൃത്തിയുള്ളൊരു ബോർഡർ കേട്ടോ. ഒരുമാതിരി ഒരു ടൈപ്പില്ലേ, ഒരു എന്താ പറയുന്ന ഒരു സാധനം എന്തോ എനിക്ക് പറയാൻ അറിയത്തില്ല, ഒരു ലസമില്ലാത്തൊരു ചില ഇതില്ലേ, ഭയങ്കര എന്തോ ഒരു സാധനം, നമ്മൾ കടുവാകളി എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു സാധനമല്ല ഇത്. സൂപ്പറായിട്ടുള്ള ഒരു വൃത്തിയുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോർഡർ. ഇതിപ്പോൾ വന്നിട്ട് ഡാർക്ക് മെറൂണ്, അവത്തേൽ ഈ ഒരു യെല്ലോ ഷെയ്ഡ് ബാട്ടിക്ക്. എന്താണ് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ. ടസർ സാരിയൊക്കെ പ്യുവർ ടസറൊന്നും വാങ്ങിക്കാൻ സത്യം പറഞ്ഞാൽ പോകേണ്ട ആവശ്യമില്ല, ഇതിനൊക്കെ മതി. എനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത്. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇത് ഡ്രൈ വാഷേ ചെയ്യാൻ പാടുള്ളൂ. മിനിമം ഫസ്റ്റ് വാഷെങ്കിലും ഡ്രൈ വാഷേ പാടുള്ളൂ. ഈ സെമി ടസർ എന്ന് പറയുമ്പോൾ വില കുറവാണല്ലോ. നമുക്കിപ്പം ടസറിൻ്റെ 5000 രൂപ 7000 രൂപയുടെ സാരി വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഭയങ്കര കെയർഫുൾ ആയിരിക്കും. പക്ഷേ സെമി ടസറിന് വില കുറച്ച് കഴിയുമ്പോൾ നമ്മളതിനെ സ്വന്തമായിട്ട് കഴുകാനൊക്കെ പോയി കഴിഞ്ഞാൽ പോവും, ഒരു സംശയമില്ല പോവും. സൂക്ഷിക്കുന്ന പോലെയാണല്ല അല്ലേ. ബ്ലാക്ക്
വിത്ത് ഒരു പിങ്ക് അല്ല വാടാമുല്ല ഷെയ്ഡാ അല്ലേ, വാടാമുല്ല ഷെയ്ഡ്. ഇത് ഡാർക്ക് ബ്ലാക്ക്. ഒന്നാണ് ഇങ്ങനെ. ബ്ലൗസ് ഇങ്ങനെ കണ്ടോ. ഇതിപ്പോൾ എത്ര കളറുണ്ട്? 8 ഞാൻ 5 6 എന്നുള്ള ഓർത്തോണ്ടിരിക്കും. ഇതൊന്ന് കാണിച്ചാണോ നോക്ക്, ഫസ്റ്റിലത്തെ അല്ല, എല്ലാം ചേർത്ത് വെച്ചില്ലേ നമുക്ക് തോന്നും ഒരേ സാധനമാണ്. ഇത് എന്നാന്ന് ഈ കളർ, ഈ ഒരു മഞ്ഞ കളർ എന്ന് പറയുന്നത് മസ്റ്റാർഡിൻ്റെ ഒരു മഞ്ഞയാണ്, മഞ്ഞയുടെ മസ്റ്റാർഡിൻ്റെ ഒക്കെ വല്ല ഒരു കളർ, ഒരു ഷെയ്ഡ് ഇവിടെ ബ്ലാക്കിൽ. എന്താണ് ഇത്? ഉടുക്കാനോ ഏത് പ്രായത്തിലുള്ളവർക്ക് ഉടുക്കുകയും ചെയ്യാം. ഭയങ്കര ഓവറും അല്ല, ഒട്ടും നമ്മളങ്ങ് ഇതായി പോത്തുമില്ല. ഉടുത്ത് വെച്ചാലും അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും. മാനേജ് ചെയ്യാൻ എളുപ്പം, പിന്നെ ചൂടെടുക്കത്തില്ല. എന്താണ് ഇങ്ങനെ ബ്ലൗസ്. ഇത് ഇപ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡ് ബ്ലാക്കിൽ കൂടെ, വയലറ്റ് അല്ലേ, വയലറ്റ് അല്ലേ അല്ലേ, പിന്നെ ബ്ലൂ, അത് ബ്ലൂ അല്ല. അതിന് ഞങ്ങളുടെ നാട്ടിൽ ബ്ലൂ എന്നല്ല പറയുന്നത്. ബ്ലൂ ആണോ ഇനി അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഡൗട്ട്. വയലറ്റാണ്. ഇതിപ്പോൾ ബോഡിക്ക് മെറൂണും യെല്ലോയും. മറ്റേ ഇത്ര നേരം കണ്ടതെല്ലാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് അല്ല, ഇതിപ്പോൾ മെറൂണും. ബാട്ടിക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു ഇത് പോകത്തില്ല, ഫാഷൻ പോകത്തില്ലാത്തൊരേനോ ബാട്ടിക്ക് എന്ന് പറയുന്നത് അല്ലേ. എപ്പോഴാണ് അതിന് എന്തോ ഒരു ഭംഗിയുണ്ട്, അതിന് ഭംഗി കൂടുതലുണ്ട്. നേവി ബ്ലൂ വിത്ത് ഗ്രീൻ. ഇതിപ്പോൾ ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ വിത്ത് ഗ്രീൻ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഇങ്ങനെ. ആ ഒരു നേവി ബ്ലൂ എന്ന്, കറക്റ്റ് നേവി ബ്ലൂ എന്ന് പറയാൻ ആണല്ലേ, നേവി ബ്ലൂ അല്ലേ. ഒരു ടീ ബ്ലൂ മിക്സ് ഉണ്ട്. അതാ അതിൻ്റെ ഡൈങ് അങ്ങനെയാണ് പോയിരിക്കുക. ഗ്രീനും കൂടെ മിക്സ് ആക്കി അല്ലേ. ഗ്രീനും നേവി ബ്ലൂ, ഈ ഇവിത്തെ പോകുന്ന ഗ്രീനും അല്ലാതെ പ്രിൻ്റായിട്ട് വന്നേക്കുന്ന ഗ്രീനും ആ ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു ഇതും കൂടെ കൂട്ടി മിക്സ് ആക്കിയാണ് അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്ന കളർ. ഇനി ഇത് മാത്രം ഒന്ന് അങ്ങനെ കാണിച്ചേക്കാന്ന് വെച്ചേ. ബ്ലൗസ് കൂടെ കാണിക്കും. ബ്ലൗസ് കാണുമ്പോൾ ടസറിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും കറക്റ്റ്. പ്രിൻ്റ് ഇല്ലാത്ത ഭാഗം കാണുമ്പോഴത്തേനേ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇഷ്ടം പോലെ നമ്മുടെ ബനാറസി സാരി, ബനാറസി എന്ന് പറഞ്ഞാൽ ഏത് സാരിയാണെന്ന് എനിക്ക് ബനാറസി തന്നെ ഒത്തിരി മോഡൽ വന്നില്ലേ. അതിനകത്ത് ഒത്തിരി പേരത് റീസ്റ്റോക്ക് ചോദിച്ചതാണ്. എൻ്റെ വിചാരം റീസ്റ്റോക്ക് കിട്ടത്തില്ലായിരുന്നു. ദൈവാധീനത്തിന് കിട്ടി. അതൊക്കെ കാണിക്കാം കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ടേൺ അനുസരിച്ചാണ് ഡെസ്പാച്ച് കേട്ടോ. നമ്മൾ ഇപ്പം എല്ലാം പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ച് ചെയ്യത്തില്ല. ബുക്ക് ചെയ്യുന്ന ടൈം അനുസരിച്ചാണ് ഡെസ്പാച്ച്. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മുന്നോട്ട് പോകും. എന്നാലും വലിയൊന്നും ഇപ്പോൾ താമസിക്കാറില്ല, കഴിവതും താമസിക്കാറില്ല. പിന്നെ ചില ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഒത്തിരി താമസിക്കുന്നത്. വാട്സപ്പ് കോൾ വഴിയല്ല, വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് ഇന്ന വീഡിയോയിലെ എന്ന് പറയരുത്, വീഡിയോയുടെ എങ്കിലും ഒരു ലിങ്ക് എടുത്തയക്കുക. അല്ലെങ്കിൽ ഇന്ന ദിവസത്തെ വീഡിയോയുടെ ഇത്രാമത്തെ നമ്പർ സാരി അല്ലെങ്കിൽ ഐറ്റം, കുർത്തിയാണെങ്കിൽ കുർത്തി നമ്പർ പറഞ്ഞാൽ മതി ഏതായാലും. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.